വളരെ പെട്ടെന്ന് മറ്റൊരു പ്രധാന വാർത്ത അത് ഈ മണിക്കൂറിൽ വരുന്നു. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുന്നു. സാമ്പത്തിക ബാധ്യതകൾ അന്വേഷിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതായാണ് കലാരാജുവിന്റെ സംഭാഷണത്തിൽ ഉള്ളത്. ഇല്ല, ഒരു വാഗ്ദാനങ്ങളും ഇല്ല. അവർ ബാങ്കിന്റെ അവരുടെ എല്ലാത്തിന്റെയും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം. ചെറിയൊരു വാക്കിന് ചേച്ചി പോകേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താന്ന് അവരുടെ ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചേച്ചി തീർച്ചയായിട്ടും അവരെക്കാളും കൂടുതൽ നമുക്ക് ചേച്ചി ഒരു നിമിഷം ആരോട് 10 രൂപ ചോദിക്കുന്നില്ല, അങ്ങനെയും ചോദിക്കില്ല. നമ്മളങ്ങനത്തെ അതല്ല ഇതിക്ക് കഴിഞ്ഞാൽ നമ്മള് സമൂഹം ഞാൻ എന്റെ വീട്ടില് അമ്മ ഓപ്പറേഷൻ എടുക്കും, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുവാന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്താ. ഇതൊക്കെ ആൾക്കാർക്ക് സംശയത്തിനാ. അപ്പൊ ഇവിടുന്ന് ഒരു കോള് പറയരുത്. അത്ര ചേച്ചി ഒരു നിമിഷം ഈ ഒരു ചേച്ചി എനിക്ക് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ പോലുമില്ല. ചേച്ചി ഇന്നൊരു അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം, അതിനു വേണ്ടിയിട്ട് മാത്രമേ ചേച്ചി പ്രവർത്തില്ല. അല്ലാണ്ട് ചേച്ചിയോട് ആത്മാർത്ഥതയോ എനിക്ക് ചേച്ചിയെ വിലക്കെടുക്കുകയോ ചെയ്തേ ഒന്നുമല്ല. അവരുടെ കൂടെ എത്രയോ വർഷമായിരുന്നു. TNJന്റെ കൂടെ എത്ര വർഷമായിട്ട്. അതേസമയം ഈ ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതാണെന്ന് കലാരാജു പ്രതികരിച്ചു. അന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ അന്ന് അടിച്ച് ഒതുക്കി വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഒരു നേതാക്കന്മാര് പോലും എന്ത് കാലം ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അവർക്ക് അറിയത്തില്ല. അപ്പൊ അതിനൊക്കെ അവര് മറുപടി പറയുന്ന കേട്ടോ, എത്ര നീചമായിട്ടുള്ള മറുപടിയാ പറയുന്നത്. നമ്മളെ അത് ഭീഷണിപ്പെടുത്തി അവരെടുത്ത ക്ലിപ്പാണത്. അവിടെ ചെന്നിട്ട് മുടിക്ക് കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ പയ്യന്നില്ലേ, വിജയിലേക്ക് എന്ന് പറഞ്ഞൊരു SFIയുടെ നേതാവാണ്. അവനാണ് വടിയായിട്ട് പുറകെ നിന്നിട്ട് പിള്ളേര് പുറത്തുണ്ട്. അപ്പൊ എനിക്ക് പിള്ളേര് എവിടെയാണെന്ന് സേഫ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. കലാരാജുവിനെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസ് ആണെന്നും ആശുപത്രിയിൽ അവർ ബന്ധനസ്ഥയാണെന്നും CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ആരോപിച്ചു. ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നതെന്നും തട്ടിക്കൊണ്ടുപോയത് നാട്ടുകാർ കണ്ടതാണെന്നുമായിരുന്നു അനൂപ് ജേക്കബിന്റെ പ്രതികരണം. കലാരാജു പോലീസ് സ്റ്റേഷൻ വന്ന ശേഷം ആദ്യം പത്രക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലെന്താ പറഞ്ഞു? അതിൽ ഈ PB രതീഷിന്റെ പേര് പറഞ്ഞു, LC സെക്രട്ടറി ഫെബീഷിന്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പേരാണ്. ബാക്കിയുള്ളതെല്ലാം ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുക, ഇവരെ തലയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ അവിടുത്തെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ആൾ ഒരു വനിതയാണ്. ഈ വിജയ ശിവൻ എന്ന് പറഞ്ഞ വിജയ വനിതയാണ്. ആർക്കാണ് കോൺഗ്രസിന്റെ UDF ആരെല്ലാം കേസിൽ പ്രതിയാക്കണം അവിടെ എല്ലാം പേര് വരും. ഞങ്ങൾ ഈ പറഞ്ഞ കേസിന്റെ ആര് തട്ടിക്കൊണ്ടുപോയതാണ്? അവരിപ്പോ കോൺഗ്രസ് കസ്റ്റഡിയിലാണ്. ആ കസ്റ്റഡി നിൽക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ്. ബലമായ വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത് അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടതാണ്, അവർ തന്നെ പറഞ്ഞതാണ്. 2, ഇവർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയതെന്ന് അവർ തന്നെ വീണ്ടും കൂത്താട്ടുള്ള ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവര് മാധ്യമങ്ങളോട് പറഞ്ഞ വസ്തുതയുമാണ്. അവിടെ വെച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചുറ്റും ആൾക്കാർ നിന്ന് ഇവരൊക്കെ ഒരു രീതിയിലും സംസാരിക്കാൻ കഴിയാത്ത നിലയിൽ ഇവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിലേക്ക് മാറിയതാണ്. ആ ദൃശ്യങ്ങളുടെ പൂർണ്ണമായ വസ്തുത പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ആ ദൃശ്യങ്ങൾ എങ്ങനെ അവർ സംസാരിച്ചു, ആ ദൃശ്യങ്ങളുടെ യാഥാർത്ഥ്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒരാളെ കൊണ്ടുവന്നിരുത്തി അവരെ ചുറ്റും നിർത്തി സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കുന്നതിന് പരിമിതികളുണ്ടാവും. അവിടെ ഭീഷണിപ്പെടുത്തി അവരെയും കൊണ്ട് ഓരോ രീതിയിലുള്ള സംസാരം കൊണ്ടുവന്നാവാം. അത് ഇവിടെ ഇന്നലെ അസംബ്ലിയിൽ ഉൾപ്പെടെ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് ഞങ്ങളിത് ഉന്നയിച്ചത്. അവിടെ നടന്ന വസ്തുതാപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ട ദൃശ്യങ്ങളാണ്. ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുറ്റും മനുഷ്യർ നിന്ന് അവർക്ക് പറയുന്നതിന് പരിമിതികളുണ്ടാവും. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരോട് സംസാരിച്ചതാവാം. അതുകൊണ്ട് ആ ദൃശ്യങ്ങളുടെ വസ്തുതയും യാഥാർത്ഥ്യവും പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലിലേക്ക് കടക്കരുത്.
കലാരാജുവിന്റെ രഹസ്യമൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്ന് വിവരങ്ങൾ വരുന്നു. ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആജ്ഞ, രഹസ്യമൊഴി ഇന്ന് ഉണ്ടാവുകയില്ല ശാരീരിക പ്രയാസങ്ങൾ കാരണം എന്നുള്ളൊരു വിവരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ അതേസമയത്ത് ഈ ദൃശ്യങ്ങൾ പുറത്തു വരിക, ഇത് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ രഹസ്യമൊഴി വളരെ പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത് അത് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായി മാറുന്നു. അതുകൊണ്ട് കൂടിയാണോ ഇന്ന് രഹസ്യമൊഴി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വീണ്ടും വരാൻ കാരണം? എപ്പോഴായിരിക്കും രഹസ്യമൊഴി നൽകുക? അപർണ, കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഈ പലതവണയായി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ള ഇൻഫർമേഷൻ ആയിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് കോടതിയിലെത്താൻ കഴിയുന്നില്ല. ഇവിടെ കോലഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടത്. എറണാകുളത്തു നിന്നും ഇത്ര ദൂരം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചികിത്സയിലാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ കലാരാജു ഈ മൊഴി നൽകാൻ എത്തുന്നില്ല എന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ മാത്രമല്ല മജിസ്ട്രേറ്റ് അവിടേക്ക് എത്തി ഹോസ്പിറ്റലിലേക്ക് എത്തി രഹസ്യമൊഴി എടുക്കുമെന്നൊരു സൂചന കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ 2:30 കോടതി ചേരുമ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. ഒരു പക്ഷേ കലാരാജുവിന്റെ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കാം, കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം. കഴിഞ്ഞ ദിവസം 4 പേരെ ഇതുമായി ബന്ധപ്പെട്ട കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായ ചില ആളുകളൊക്കെ കേസ് എടുത്തിട്ടുള്ള ചില ആളുകളൊക്കെ ഒളിവിലാണ്. ഇത് മാത്രമല്ല ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസിനും അതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കുമെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതായത് പോലീസിനെ കയ്യേറ്റം ചെയ്തു, അതിക്രമം കാട്ടി തുടങ്ങിയ വകുപ്പുകളൊക്കെ തുടങ്ങിയ കേസുകളൊക്കെ ചുമത്തിക്കൊണ്ടാണ്. പക്ഷെ അത് ഇത്തരം കാര്യങ്ങൾ, അതായത് പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഉള്ള നീക്കങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടായത്. അങ്ങനത്തെ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് DCC പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചതും അങ്ങനെയാണ്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ, അതായത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്നു, ഒളിവിൽ താമസിപ്പിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പോലീസ് അറിയാതെ നടക്കില്ല. പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു CPM പോലീസും കൂടി ചേർന്നുള്ള നടത്തിയ കള്ളക്കളികളുടെ ആകപത്രമാണ് കലാരാജു എന്ന കൌൺസിലർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. മാത്രമല്ല ഇപ്പോൾ 2:30 ആണ് കോടതി നടപടികൾ ആരംഭിക്കുക. 2:30 ഇപ്പോൾ കോടതിക്കകത്തേക്ക് കലാരാജു ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം, അതായത് അവരുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, ഞാൻ തിരികെ എത്താം. ഡാനി പോൾ, രഹസ്യമൊഴി കൊടുക്കുക എന്നുള്ളത് ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൽ നിന്ന് ഒരു പിറകിലോട്ട് പോകാൻ കഴിയില്ല. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ഭീഷണിപ്പെടുത്തി എടുപ്പിച്ച ദൃശ്യങ്ങളാണ് എന്നുള്ള ഒരു പ്രതികരണം കലാരാജു നടത്തിയ ഒരു സാഹചര്യമുണ്ട്. അതായത് CPM-ന്റെ മുന്നിൽ പിന്നെ ബാക്കിയുള്ളത് അത് ഏത് തരത്തിലാണ്? ഒരു വളരെ കുഴങ്ങി മറിഞ്ഞ ഒരു കേസിലേക്ക് ഇത് കടക്കാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? അപർണ, ഏതാണ്ട് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കുറേ സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പ്രാദേശികമായി ഉണ്ടായിരുന്ന ഒരു വിഷയം, ഒരു പ്രദേശത്തെ നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയാണ്. ഇത് സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക്, നിയമസഭയിലടക്കം പ്രക്ഷുബ്ധമായ അവസ്ഥ സൃഷ്ടിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറിയത്. അത് കൈകാര്യം ചെയ്ത രീതി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇത് സംബന്ധിയായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ഉണ്ടായിരുന്നത് CPM ആദ്യഘട്ടത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക് പോയിരുന്നെങ്കിലും പിന്നീട് അവർക്ക് പറയുവാനുള്ള ഒരു മുനമ്പിലേക്ക് അവർ എത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. കാരണം തങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ ഇതിന് പിറകിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ ആ സംസാരത്തിൽ അതെല്ലാം തന്നെ തെളിഞ്ഞു വരുന്നുണ്ട് എന്നതെല്ലാം തന്നെ അവർ പറയുകയും ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ ഈ ഇത്തരം ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെയും പൊതുവിൽ UDF-ഉം കോൺഗ്രസും തന്നെയാണ് ഇന്ന് പ്രതിരോധത്തിലേക്ക് പോയത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന എന്നാണ് രഹസ്യമൊഴി എന്നത് സംബന്ധിയായ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. നോക്കുക അപർണ, ഈ ദിവസം അത്രയും ഒരിക്കലും ഈ കലാരാജുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് CPM നേതൃത്വം തയ്യാറായിരുന്നില്ല എന്നതാണ്. അപ്പോഴും ഒരു വിശ്വാസം അവർ ബാക്കി നിർത്തിയിരുന്നു എന്നതാണ്. ഇന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹൻ സംസാരിക്കുമ്പോഴും അദ്ദേഹം
പൂർണ്ണമായും കലാരാജുവിനെ തള്ളിക്കളയാതെ തന്നെയാണ് പറഞ്ഞത്. വരട്ടെ നോക്കാം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ, അച്ചടക്ക നടപടിയുണ്ടോ എന്നെല്ലാം ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന രീതിയിലാണ്. സാധാരണഗതിയിൽ കണ്ടുവരുന്ന CPM-ന്റെ കടുത്ത അച്ചടക്കത്തിൻ്റെ ഒരു ആ സമയത്തും ഈ ഒടുവിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷെ ഇപ്പോൾ അവർ ഈ രഹസ്യമൊഴി എന്ന ഒരു കാര്യത്തിലേക്ക് അത് നീണ്ടു പോകുന്നതനുസരിച്ച് ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇവർ മൊഴിയിൽ നിന്ന് പിന്മാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അവിടെയാണ് എന്തുകൊണ്ട് കൂടുതൽ CPM പ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ പോലീസിൻ്റെ ഒരു നിലപാടിനെ കുറിച്ച് പോലും നോക്കിയത്. കാരണം ഇവർ ഈ മൊഴിയിൽ നിന്ന് പിന്മാറാനുള്ളൊരു സാധ്യതകൾ പലരും തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. CPM ആ രീതിയിലേക്ക് ഇടപെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പല ചർച്ചകളും നടത്തുന്നതായിട്ട് പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ രഹസ്യമൊഴിയിലേക്ക് നീങ്ങിയത്. പോലീസിൻ്റെ നിലപാടും ഈ രഹസ്യമൊഴി സ്വീകരിച്ചതിന് ശേഷം ഇവർ നേരത്തെ നൽകിയിരുന്ന പരാതിയിൽ അടക്കമുറച്ചു നിൽക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ നിന്ന് ഈ മൊഴിപ്പാർപ്പ് കിട്ടുന്നതനുസരിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകാമെന്ന രീതിയിലാണ് പോലീസും എത്തി നിൽക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ സങ്കീർണതയിൽ നിന്ന് സങ്കീർണതയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഈ രഹസ്യമൊഴി പൂർണ്ണമായും തന്നെ എതിരെ നിൽക്കുകയാണെങ്കിൽ CPM അടുത്ത നടപടികളിലേക്ക് അടക്കം നീങ്ങേണ്ടി വരുന്നു. കലാരാജുവിനെതിരെയുള്ള നടപടികളിലേക്ക് അതോ കലാരാജു രാജിവെച്ച് പുറത്തു പോകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ. കലാരാജുവും CPM-ൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നതെന്നത് മനസ്സിലാക്കാൻ ഈ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളിലെ തുടർ നടപടികളിലേക്ക് അതിലൊരു ആശയക്കുഴപ്പം, രാജിവെച്ചു പോയിട്ടില്ല, മറ്റ് പാർട്ടിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് അതിലൊരു നിലപാടെടുത്തിട്ടില്ല, പാർട്ടി ഇവരെ പുറത്താക്കുകയും ചെയ്തിട്ടില്ല, രഹസ്യമൊഴി കൊടുക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിരുദ്ധമായിട്ടുള്ള കാര്യമാകുകയില്ല അല്ല ഉണ്ടാവുക എന്ന് ഈ നിമിഷം വരെ CPM കരുതിയത് എന്തുകൊണ്ടായിരിക്കും? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടാകുമോ? അപർണ, ഇതിൽ കൃത്യമായി ഇവർക്ക് പോകാനുള്ള അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് UDF-നോട് കോൺഗ്രസിനോട് അനുഭാവപൂർണ്ണമായ ഒരു നിലപാടിലേക്ക് എത്താനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇന്ന് അവരുടെ ആ സംഭാഷണ ശകലങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏതെങ്കിലും സാമ്പത്തികമായി സഹായിച്ചോ എന്നെല്ലാം ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ ഈ ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾ, വായ്പ സംബന്ധമായ കാര്യങ്ങളിൽ ചില വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ജില്ലാ സെക്രട്ടറി CN മോഹനും അത് തന്നെ പറഞ്ഞു. വായ്പ സംബന്ധിയായ കാര്യങ്ങൾ അവരൊരു പരാതി തന്നിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് ഇപ്പോൾ തന്നെ ശരിയാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലല്ല. എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. സഹകരണ ബാങ്കുമായി സംബന്ധിയായ കാര്യങ്ങളാണ്, അത് സംസാരിക്കണം, അതിന് സാവകാശം വേണം. പക്ഷെ അതിനൊന്നും അവർ കാത്തു നിന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർക്കുണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട വൈഷമ്യങ്ങൾ, സഹകരണ ബാങ്കുമായി നേരിട്ട് അവരുടെ പാർട്ടി കൃത്യമായ ഒരു ഇടപെട്ടില്ല, അവരൊരു പരാതിയിലടക്കം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഇടപെട്ടില്ല എന്നൊരു വിഷമം അവർക്കുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ സമയത്ത് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം, അനുനയിപ്പിക്കാം എന്നൊരു വിശ്വാസം അത് CPM-ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് 100%. കാരണം അത് ഈ ദിവസങ്ങളിൽ അത്രയും ഈ നിമിഷം വരെയും അവരെ വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ നടപടിയെടുക്കാതെ കൊണ്ടുപോകുന്നതിനെല്ലാം തന്നെ അത് തന്നെയായിരുന്നു കാരണം. അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും, അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്ന രീതിയിലേക്കെല്ലാം ആരെങ്കിലുമൊക്കെയോ വിശ്വസിച്ചിരുന്നു എന്ന് തന്നെയാണ് CPM-നകത്ത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കലാരാജു എത്തിയിരുന്നു എന്ന കാര്യം അത് CPM-നും അത് മനസ്സിലായിരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടത് മനസ്സിലാക്കി കൊടുത്തുമില്ല എന്നത് തന്നെയാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ അത് പുറത്തു വന്നിരിക്കുന്നു. അവർ രഹസ്യമൊഴി ഡാനി, ഞാൻ തിരികെ എത്താം വീണ്ടും ആജ്ഞയിലേക്ക്. ആജ്ഞ, അതാണ് ഈ നിമിഷത്തിൽ പോലും അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പോലും തെറ്റിദ്ധരിപ്പിച്ചതാണ് തിരിച്ചെത്തും ഞങ്ങളുടെ സഖാവ് കലാരാജു എന്നൊക്കെ CPM-ന്റെ പ്രാദേശിക നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിലുള്ള വക്താക്കളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേക്ക് പോകാൻ ഒരുങ്ങുന്നില്ല, തനിക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസ് ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രം ഈ എല്ലാ സമവായ ശ്രമങ്ങളെയും അവർ തള്ളിക്കളയുകയാണോ? അതോ ഈ പറഞ്ഞതുപോലെ തന്നെ മർദ്ദിച്ചു, തന്നെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് തനിക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല, ആ നിലപാട് ആവർത്തിക്കുന്നു കലാരാജുവും കുടുംബവും? അപർണ, നേരത്തെ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നത്തെ പറ്റി പറഞ്ഞപ്പോൾ CPM ഒരു നിലപാടും കൈക്കൊണ്ടില്ല എന്ന് തന്നെയാണ് കലാരാജു പറയുന്നത്. മാത്രമല്ല, ഇത് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞപ്പോൾ അത് അന്വേഷിക്കാം എന്നെങ്കിലും അവർ പറയേണ്ടേ. ആ ഒരു വാക്കുപോലും താൻ ഇത്ര കാലം പ്രവർത്തിച്ച പാർട്ടിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്ന് അവർ അല്പം മുൻപ് CPM തന്നെ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണത്തിൽ അവരത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ DCC പ്രസിഡന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് CPM ഇത്തരത്തിൽ അവരറിയാതെ വീഡിയോ എടുക്കുന്നത്? ഇവരാരെയാണ് ഭയപ്പെടുന്നത്?
പറയുന്നത്. അത് അവരുടെ ഒപ്പമുള്ള ഒരു കൗൺസിലറെ അവരുടെ ഒപ്പം തന്നെ നിർത്താൻ വേണ്ടി അവരെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ അതിന് പിന്നിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളില്ലേ? അതായത് കലാരാജുവിനെ വിളിച്ചു വരുത്തി. കലാരാജു തന്നെ പറയുന്നത് അത്തരമൊരു സാഹചര്യം തനിക്കുണ്ടായത് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് തന്നോട് അത്തരം, അതായത് അനുനയ സംഭാഷണം എന്നുള്ള തരത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് തന്റെ മക്കളെ അപായപ്പെടുത്തും അല്ലെങ്കിൽ വീട്ടുകാരെ അപായപ്പെടുത്തും എന്നുള്ള ഭീഷണിയോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകർ തന്നെ അവിടെ സംസാരിപ്പിച്ചത് എന്ന് പറയുമ്പോഴും CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ പൂർണ്ണമായിട്ടും ഈ കലാരാജു എന്ന് പറയുന്ന സഖാവിനെ തള്ളിക്കളയുന്നില്ല. അതല്ലെങ്കിൽ അവർക്കെതിരെ പാർട്ടി നടപടികൾ എപ്പോൾ എങ്ങനെ കൈക്കൊള്ളും അല്ലെങ്കിൽ പാർട്ടി നടപടികൾ കൈക്കൊള്ളുമോ ഇക്കാര്യത്തിലൊന്നും വ്യക്തതയില്ല. തൽക്കാലം അത്തരം മൂവുകളിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ ജില്ലാ സെക്രട്ടറി പറയുമ്പോഴും കോൺഗ്രസ് മറിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തിനാണ് പിന്നീട് രഹസ്യ വീഡിയോ എടുത്തത്? അതായത് കലാരാജുവിനെ അവിടെ കൊണ്ടിരുത്തി എന്തിനാണ്? CPM ആരെയാണ് ഇത്തരത്തിൽ ഭയപ്പെടുന്നത്? അതായത് ആ ഒരു തരത്തിൽ CPMന്റെ ഭാഗത്തുനിന്ന് കലാരാജുവിനെ ഇത്തരത്തിൽ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിരിക്കാമെന്നുള്ള ശക്തമായ ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ തങ്ങൾക്കെതിരെ എടുത്ത കേസും, അതായത് എറണാകുളം DCC പ്രസിഡന്റ്, അതുപോലെ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി, അതുപോലെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ, ഇവർക്കെതിരെയെല്ലാം ജാമ്യമില്ലാ വകുപ്പ് പോലീസ് കേസെടുത്തത് ഈ തെറ്റ് പോലീസിന്റെ വീഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആരോപണവും ശക്തമാണ്. എന്തായാലും രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു. അതല്ല, രഹസ്യമൊഴി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കോലഞ്ചേരി കോടതിയിലേക്ക് എത്താനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കലാരാജു ഇവിടെ കോലഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരിക്കുകയാണ്. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. അതിനുശേഷമായിരിക്കാം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക. കലാരാജുവിന്റെ മകളടക്കം ആരെങ്കിലും ഇതിനകത്ത് കൂടുതൽ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? എത്ര സമയമെടുക്കും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തി പുറത്തു വരാൻ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഈ ചിത്രം വ്യക്തമാകും. മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ അവർ പറയും. അങ്ങനെയാണോ കരുതുന്നത്? അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം എത്ര സമയമെടുക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സാഹചര്യമാണ്. എത്ര സമയമെടുക്കും രഹസ്യമൊഴിയുടെ പ്രൊസീജിയർ കഴിയാൻ? അത് അവർക്ക് പറയാനുള്ളതിന്റെ അല്ലെങ്കിൽ അതിന്റെ ആധിക്യം അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പ്രൊസീജിയർ നീളുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെയാണ്. നേരത്തെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മാധ്യമങ്ങൾ അവരോട് അമ്മായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും രഹസ്യമൊഴിക്ക് ശേഷം കൊടുത്ത ശേഷം സംസാരിക്കാമെന്ന് തന്നെയാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശേഷം മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും അപർണ സൂചിപ്പിച്ചതുപോലെ തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്. തിരികെ എത്താം. ഏതായാലും ഇപ്പോൾ അവർ കോടതിയിൽ രഹസ്യമൊഴി നൽകാനായി എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അതിനുശേഷമായിരിക്കും ഇതിൽ ഇപ്പോഴും CPM പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു രഹസ്യമൊഴി CPMനെ പ്രതിരോധത്തിലാക്കി കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഡാനി പോളിക്ക്. ഡാനി, ഇതിന് മറ്റൊരു വിഷയം, പോലീസ് ഇതിനകത്ത് സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് അത് പലതവണ കലാരാജു ആവർത്തിച്ച വിഷയമാണ്. UDF പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന കാര്യം അതാണ്. പോലീസ് നോക്കുകുത്തിയായിട്ട് നിന്നു, അല്ലെങ്കിൽ പോലീസ് കൂടി ഡോർ അടയ്ക്കുന്ന വിഷയത്തിനകത്ത് വരെ പോലീസാണ് മോശമായിട്ട് സംസാരിച്ച് നടക്കാം. ഈ രഹസ്യമൊഴി എന്ന് പറയുമ്പോൾ ഇത് ആർക്കെതിരെ? CPM നേരിട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെട്ടു എന്നാണോ? പോലീസ് ഒത്താശയോടെ ഇടപെട്ടു എന്നാണോ? അതോ CPM പറയുന്ന പോലെ ഏതോ ക്രിമിനലുകൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണോ? ഈ പോലീസ് കൂടി ഇതിനകത്ത് പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്കുള്ള ഒരു രഹസ്യമൊഴിയൊക്കെ വരാനുള്ള ഒരു സാധ്യതയാണോ കണക്കാക്കുന്നത്? അങ്ങനെ UDF വൃത്തങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടോ? അപർണ, ഇതിൽ പോലീസിനെതിരെ കൃത്യമായ ഇതിൽ മൊഴി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്ര ദിവസവും കലാരാജു സംസാരിച്ച കാര്യങ്ങളിൽ പോലീസിന് കൃത്യമായ രീതിയിലൊരു പങ്ക് എന്ന രീതിയിൽ തന്നെ അവരുടെ മൊഴികളിൽ അവർ അടയാളപ്പെടുത്തിയിരുന്നു എന്നതാണ്. അത് UDF നേതാക്കളുടെ വാക്കുകളിലും ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, മൂവാറ്റുപുഴ DYSPക്കെതിരെ ഒരു നടപടി എന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ വന്നിരുന്നു. കാരണം തുടക്കത്തിൽ തന്നെ അതിൽ പരാതി വന്നിരുന്നു. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചകൾ തടസ്സപ്പെടാതിരിക്കുക, UDFന് കൗൺസിലർമാർക്ക് സംരക്ഷണം നൽകുക തുടങ്ങിയ ക്രമസമാധാന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്നവിടെ പോലീസിനെ വിന്യസിച്ചിരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒട്ടനവധി പേർ അവിടെ തടിച്ചുകൂടുന്നത്. മൂവാറ്റുപുഴ DYSP പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ വലിച്ചു കൊണ്ടുപോയെന്ന് ഇവർ തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ പോലീസിൻ്റെ കൃത്യമായൊരു വീഴ്ച അവിടെ ഉണ്ടെന്ന്
കലാരാജു മാത്രമല്ല UDF നേതാക്കളും ഒരേപോലെ തന്നെ ഇതിൽ പറയുന്നു. അതിൽ പ്രാഥമികമായ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടാണ് റൂറൽ SP വൈഭവ് സക്സേന ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത്. മൂവാറ്റുപുഴ DYSP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ആലുവ DYSP ആണ് ഇപ്പോൾ നിലവിൽ ഈ കേസുകൾ അന്വേഷിക്കുന്നത്. 4 കേസുകളിലായി 4 വ്യത്യസ്ത കേസുകൾ. അതിൽ കലാരാജുവിൻ്റെ മകൾ കൊടുത്ത കേസുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംബന്ധിയായി പോലീസ് എടുത്ത കേസുണ്ട്. റോഡ് തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ട്. ഈ കേസുകളിലെല്ലാം തന്നെയും UDF അതോടൊപ്പം തന്നെ LDF നേതാക്കളൊക്കെ പലരും തന്നെ പ്രതികളാണ്. ഇതിൽ കൃത്യമായൊരു നടപടികളിലേക്ക് പോകാനായിട്ട് പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം 4 പേരിലേക്ക് മാത്രമായിട്ടൊരു അറസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഒതുങ്ങുന്നു. CPM നേതാക്കൾക്കെതിരെ നൽകിയിട്ടുള്ള മൊഴികളെല്ലാം അതീവ ഗൗരവതരവും ഗുരുതര സ്വഭാവമുള്ളത് തന്നെയാണ്. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പുകൾ അടക്കം ചേർക്കണമെന്ന് തന്നെ കലാരാജുവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അത് പറ്റുന്നില്ല, പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നത് അവരുടെ തുടക്കം മുതലുള്ള ഒരു പരാതിയാണ്. പോലീസ് നോക്കി നിൽക്കെ തന്നെ വലിച്ചുകൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായും മൊഴികളിൽ പോലീസ് ഒരു പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. അക്കാര്യങ്ങളെല്ലാം തന്നെ അതിലുണ്ടാവുകയും ചെയ്യും. ഈ നടപടികളെക്കുറിച്ച് പോലീസ് ഒത്തുകളിക്കുന്നു എന്നൊരു ആക്ഷേപം UDF ഉന്നയിക്കുന്നുണ്ട്. അത് ഈ DYSPയെ മാറ്റി നിർത്തിയതിലൂടെ തന്നെ അതൊന്നുകൂടി കടുപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും പോലീസും മറ്റ് നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല. നിലവിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്ന രീതിയിലേക്ക് പോകുന്നു. രഹസ്യമൊഴിയുടെ സ്വഭാവവും അതിൻ്റെ ഉള്ളടക്കവും അനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് പോലീസിനെതിരെയുള്ള ഒരു പരാതിയും പോലീസിന് തന്നെ അവരെ വീഴ്ച വരുത്തിയെന്നുള്ള രീതിയിൽ തന്നെ മൊഴിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അത് കലാരാജു നേരത്തെ തന്നെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന് കോടതിയിലേക്ക് വരുമ്പോഴും അതുണ്ടാകും. അങ്ങനെയെങ്കിൽ അതിൽ കൃത്യമായ നടപടികളിലേക്ക് അടക്കം നീങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപർണ. ഡാനി പോളും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു